മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ലൂസിഫർ എന്ന സിനിമ കൊണ്ട് തന്റെ ആദ്യ സംവിധാന സംരംഭം തന്നെ കിങ്കേകമാക്കിയ വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അതും തന്റെ ഇഷ്ട നടനെ കൊണ്ട്, മോഹൻലാലിനെ കൊണ്ട്. ഒരുപാട് വിമർശനങ്ങൾ നിൽക്കുന്ന സമയത്താണ് പൃഥ്വിരാജ് ഇതുപോലൊരു സിനിമ കൊണ്ടുവന്നത്. അതായത് ബോട്ടക്സ് ഒക്കെ ചെയ്ത് താടി വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഒരുപാട് ഫ്ലോപ്പ് സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ അഭിനേതാവിനെ താരത്തെയും വെച്ച് അദ്ദേഹം പ്രസന്റ് ചെയ്ത രീതി ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു. മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഏറ്റവും തീവ്രത കൂടിയതാണ് കണ്ണെന്ന് പറയുന്നത്. അദ്ദേഹം കണ്ണിൽ കൂടി അഭിനയിക്കും എന്ന് പറയുന്നത് എടുത്തു കാണിച്ച ക്ലോസപ്പ് ഷോട്ടുകളെല്ലാം തന്നെ ലൂസിഫറിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു താടി വെച്ച സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുപോലും ചലിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിലും അദ്ദേഹത്തെ ആ സമയത്ത് തന്നെയാണ് പൃഥ്വിരാജ് പ്രസന്റ് ചെയ്തത് എന്ന് ഓർക്കണം. അതുപോലെ തന്നെ ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമയിലൂടെ അദ്ദേഹം ഈ ഒരു വിസ്മയം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേഷൻ. വി നീഡ് ആൻ അപ്ഡേഷൻ അബൌട്ട് എമ്പുരാൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. 36 ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞു, ട്രെയിലർ കട്ടിങ് കഴിഞ്ഞു. പക്ഷേ പിന്നീടൊന്നും ഒരു അപ്ഡേഷൻസ് ഇല്ല. എന്താണ് സംഭവിക്കുന്നത് എമ്പുരാൻ എന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യം. കൃത്യമായി പറഞ്ഞ 2 ആഴ്ച കൂടിയേ ഉള്ളൂ എമ്പുരാന്റെ റിലീസ് എന്ന് പറയുന്നത്. മാർച്ച് 20 ലൂസിഫർ റീ റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാർച്ച് 27 എമ്പുരാൻ റിലീസ് ചെയ്യുന്നത്. പക്ഷേ ഒരു അപ്ഡേഷൻസും ഇല്ല. ഒരു ട്രെയിലറിന്റെ ഒരു കാര്യം ഒന്നും കാണിക്കുന്നില്ല. മാർച്ച് 15 ട്രെയിലർ വരുമെന്നുള്ള റൂമറുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരാനുള്ളതായിരിക്കും. പക്ഷെ വേറൊരു അപ്ഡേഷൻസ് ഇല്ല. ഇതുപോലൊരു പാൻ ഇന്ത്യൻ ഇമ്പാക്ട് കിട്ടുന്ന സിനിമയ്ക്ക് പാൻ ഇന്ത്യൻ ഒരു പ്രൊമോഷൻസും കിട്ടുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ലൈക്കയും ആശീർവാദ് സിനിമാസ് തമ്മിൽ എന്തെങ്കിലും ഒരു ഭിന്നതയുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ലൈക്കയുടെ ട്വിറ്റർ പേജിലെ കവർ പേജിൽ നേരത്തെ എമ്പുരാന്റെ പിക്ചർ ആയിരുന്നു. പക്ഷെ അത് അവർ മാറ്റിയിട്ടുണ്ട്. വിടാൻ ഉയർച്ചയാണ് ഇപ്പോൾ ആ ഒരു കവർ പേജായിട്ട് കിടക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉള്ളത് സത്യമാണോ എന്നുള്ളത് ആരാണ് വ്യക്തമാക്കേണ്ടത് എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ശരിക്കും ഒരു പക്ഷേ എന്തോ അൺഎക്സ്പെക്ടഡ് ആണെന്ന് പറഞ്ഞാലും സിനിമ റിലീസ് ചെയ്യാൻ 14 ദിവസമേ ആകും. എന്തായാലും അതിനോടൊപ്പമുള്ള മറ്റു പല ഭാഷകൾ പ്രൊമോഷൻ ചെയ്തിട്ടാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടാകുന്നുള്ളത്. നമുക്ക് വേണേൽ പേരിന് പറയാം, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നതാണ്. അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ കണ്ടത് വളരെ കുറച്ച് പേരായിരിക്കും. പണ്ട് ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ലൂസിഫർ എന്ന സിനിമ കണ്ടത് വളരെ കുറച്ച്. അതുകൊണ്ട് അതിനൊരു പ്രൊമോഷൻ വേണം. എന്താണ് സംഭവിക്കുന്നത് ആരും വ്യക്തമാക്കുന്നില്ല. പിന്നീട് ഒരു അപ്ഡേഷൻസും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിമർശകരും അതുപോലെ തന്നെ മറ്റ് ഫാൻസ് ഉള്ള വ്യക്തികളെല്ലാം തമ്മിൽ ഫാൻ ഫൈറ്റ് ഉണ്ടല്ലോ. മമ്മൂട്ടി മോഹൻലാൽ ഫാൻ ഫൈറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ മമ്മൂട്ടി ഫാൻസ് അടക്കമുള്ള എല്ലാവരും തന്നെ ചോദിക്കുന്നതാണ് എവിടെയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അതിനെ വിമർശനമായിട്ടും അല്ലെങ്കിൽ പല രീതിയിലും പല വ്യക്തികൾ കാണുന്നുണ്ട്. നമ്മുടെ മോഹൻലാൽ ഫാൻസ് അങ്ങനെ കാണുന്നുണ്ട്. അങ്ങോട്ടും ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ എന്താണ് എമ്പുരാന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേഷൻ വരേണ്ടതാണ്. അപ്പൊ കാത്തിരിക്കുന്ന എല്ലാ സിനിമ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. ഇതുപോലൊരു മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയെ പൃഥ്വിരാജ് പ്രസന്റ് ചെയ്യുമ്പോൾ, അത് എമ്പുരാൻ കുറേശ്ശെ അപ്പുറമായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ വളരെ വലുതായിരിക്കും. എന്തായാലും മാർച്ച് 15 നമുക്കൊന്ന് കാത്തിരിക്കാൻ. ട്രെയിലർ വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ വരുമോ? എല്ലാ ദിവസവും എല്ലാ വ്യക്തികളും സോഷ്യൽ മീഡിയ പേജുകൾ തിരയുന്ന എമ്പുരാന്റെ അപ്ഡേഷൻസ് ആണ്. കാരണം അത്ര ആകാംക്ഷയോടെയാണ് ഈ ഒരു സിനിമ കാത്തിരിക്കുന്നത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മറന്നേക്ക് ഏറ്റവും ഗംഭീര ഒരു അപ്ഡേഷൻസും ട്രെയിലർ റിലീസോടെ എമ്പുരാന്റെ പ്രോപ്പർ പ്രൊമോഷനും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് 27 തരംഗമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്.